ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം കറന്റ് ഓൺഗോയിങ് ആണല്ലേ, നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്ക് എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്, മറ്റു ചിലർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ഇപ്പം വീണ്ടും എക്സാം ഡേറ്റ് ഒക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഇനി എക്സാം ഉള്ളവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഇനി എവിടെ കൂടുതൽ ശ്രദ്ധിക്കണം, എന്തായിരിക്കാം കട്ട് ഓഫ്, ഇതുവരെ കഴിഞ്ഞ എക്സാം ബേസ് ചെയ്തിട്ട് എന്തായിരിക്കാം കട്ട് ഓഫ് വരുന്നത്, നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്കകത്ത് കയറാൻ പറ്റുള്ളൂ, നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചേക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏകദേശം എത്രത്തോളം ആയിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് വരിക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിന് എങ്ങനെയായിരിക്കും കട്ട് ഓഫ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര അറ്റംപ്റ്റ് വേണം, ഇപ്പൊ നടന്ന എക്സാംസിൽ ഇതൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നടക്കുന്ന എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ളവർ എത്രത്തോളമാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാൻ കാണാം, റെഗുലറായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ നിങ്ങൾക്കും അറിയാനായിട്ട് സാധിക്കും, ഏകദേശം 1 കോടിയിലധികം ആപ്ലിക്കൻസ് ആണ് നമ്മുടെ ടോട്ടൽ ആപ്ലിക്കൻസ്. ഇത്രയും അപ്ലൈ ചെയ്തവര്, എക്സാമിന് വേണ്ടിയിട്ട് കറന്റ് അപ്ലൈ ചെയ്തവർ 1 കോടിയിലധികം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേക്കൻസീസ് അത്രയുണ്ടോ? വേക്കൻസീസ് വെറും 32,000 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സീറ്റിന് ഏകദേശം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് 334 കാൻഡിഡേറ്റ്സിനോടാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്, അല്ലെ? അപ്പോ ഇതില് ഈ 1 കോടി ആളുകളും എക്സാം അറ്റൻഡ് ചെയ്യില്ല. എത്ര പേരാണ്? പകുതി ശതമാനം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 50% സ്റ്റുഡൻസ് മാത്രമേ നിങ്ങളുടെ എക്സാം അപ്ലൈ ചെയ്ത 1 കോടിയിൽ 50%, അതായത് ഏകദേശം 50 ലക്ഷം സ്റ്റുഡൻസ് ആണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. 50 ലക്ഷം സ്റ്റുഡൻസുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതില് അപ്പൊ നിങ്ങൾ എത്രത്തോളം ഒരു എക്സാം നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്യണം, മൊത്തം 100 ചോദ്യങ്ങളുള്ള എക്സാമിൽ നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്യണം, പിന്നെ നമ്മുടെ മാർക്കും അതുപോലെ തന്നെ നോർമലൈസേഷൻ ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ തന്നെയാണ്. ഈ നോർമലൈസേഷനും കൂടിയിട്ട് നമ്മുടെ ഫൈനൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നോർമലൈസേഷൻ. വിത്തൗട്ട് നോർമലൈസേഷനിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കണം, നിങ്ങളുടെ റോ സ്കോർ, അതായത് നോർമലൈസേഷൻ ഇല്ലാതെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, എത്ര മാർക്ക് നിങ്ങൾക്ക് വേണം എന്നുള്ളത് നമ്മുടെ കറണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാംസ് എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു ആവറേജ് കാൻഡിഡേറ്റ് അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മൊത്തം എത്ര ചോദ്യങ്ങളാണ്, മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? 100 ചോദ്യങ്ങളാണ് ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത്. അപ്പോൾ ഒരു ആവറേജ് അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ റീസണിങ് മൊത്തം 30 ചോദ്യങ്ങളിൽ 26-28 അറ്റംപ്റ്റ് ആവറേജ് ആയിട്ട് ഇപ്പോൾ നടക്കുന്ന എക്സാമിന് കഴിഞ്ഞ കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസിനെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവർ ഏകദേശം 26-28 അറ്റംപ്റ്റോളം ചെയ്തിട്ടുണ്ട്. റീസണിങ് അത്ര ഹാർഡ്നെസ് കുറവാണ്, ടഫ്നെസ് കുറവാണ്. റീസണിങ്ങിൽ ഓൾമോസ്റ്റ് 95% ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും അറ്റംപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഉള്ള എക്സാം കഴിഞ്ഞ സ്റ്റുഡൻസിന്റെ ഒരു അനാലിസിസ്, ഒരു റിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ 26 മുതൽ 28 ക്വസ്റ്റ്യൻസ് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. റീസണിങ് സെഷനിൽ മാത്സിന്റെ കേസ് ആണെങ്കിൽ 22 മുതൽ 23 ചോദ്യങ്ങൾ വരെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജനറൽ സയൻസും വലിയ കുഴപ്പമില്ല, 16 മുതൽ 17 ചോദ്യങ്ങൾ വരെ. ജനറൽ സയൻസ് നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സെക്ഷനിൽ നിന്നും 16 മുതൽ 15 ചോദ്യങ്ങൾ വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ക്രൂഷ്യൽ, നമ്മുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന, നമ്മുടെ സ്കോർ ഡിറ്റർമൈൻ ചെയ്യാനുള്ള, നമ്മൾ അകത്താണോ പുറത്താണോ എന്ന് നോക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്, അല്ലെ? അപ്പൊ ആ കറണ്ട് അഫയേഴ്സിൽ നിന്നും പക്ഷേ അറ്റംപ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ അറ്റംപ്റ്റ് കുറവാണ്. 8 മുതൽ 10 ചോദ്യങ്ങൾ വരെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ, അല്ലെങ്കിൽ ജി കെ നോക്കണ്ട, കാരണം കൂടുതൽ ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു സെക്ഷനിൽ 8 to 10 ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അത്രയും ടഫാണ്, അല്ലെ? ഈ ഒരു സെക്ഷൻ അത്രത്തോളം ടഫാണ്. കറണ്ട് അഫയേഴ്സ് ജി കെ സെഷൻ ആണ്. നമ്മുടെ ഗ്രൂപ്പ് ടി മൊത്തം എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ ടഫസ്റ്റ് സെഷൻ എന്ന് വേണമെങ്കിൽ പറയാം കറണ്ട് അഫയേഴ്സ് ആണ്. അതിലാണ് ഏറ്റവും അറ്റംപ്റ്റ് കുറവുള്ളത്. കാരണം എല്ലാവരും ജി കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, കറണ്ട് അഫയേഴ്സ് വലിയ രീതിയിൽ നോക്കാതെയാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. പക്ഷേ ചോദ്യം വന്നപ്പോൾ
അറൗണ്ട് 25 ചോദ്യം 20 ചോദ്യങ്ങളുടെ കറണ്ട് അഫയേഴ്സിൽ 20 കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ട് ഇതുണ്ട്. 20 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കുക. അപ്പൊ ഇത്രയാണ് ഒരു ആവറേജ് അറ്റംപ്റ്റ്. അപ്പോൾ ആവറേജ് ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിലെ സ്റ്റുഡൻസിന്റെ കേസ് എടുത്ത് നോക്കുകയാണ്, അവിടെ ഓരോ സെഷന്റെയും അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത്, ഓവറോൾ ആവറേജ് എന്ന് പറയുന്നത് നമുക്കൊരു 72 മുതൽ 78 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ആവറേജ്. ഓവറോൾ ആവറേജ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വരെ 72 മുതൽ 78 അറ്റംപ്റ്റ് വരെയാണ് ഇപ്പൊ ഉള്ള റിവ്യൂ ബേസിസിൽ ആവറേജ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും അറ്റംപ്റ്റ് ആണ്. ഇനി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസിന്റെയും ഡിഫിക്കൽട്ടി ലെവലും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതെല്ലാം നോക്കിയാലേ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഈ ഡിഫിക്കൽട്ടി ലെവലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് പറ്റും എത്രത്തോളം വരും റോ സ്ക്വയറിന്റെ ഫൈനൽ എത്രത്തോളം ആയിരിക്കാം കട്ട് ഓഫ് അല്ലെ. നോർമലൈസേഷൻ ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ റീസണിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റീസണിങ്ങില് 30 ചോദ്യങ്ങളില് 24-25 ചോദ്യങ്ങളും എന്താണ് ഈസി ലെവലാണ് അല്ലെ. 24 to 26 ക്വസ്റ്റ്യൻസും എന്താണ് 24-25 ക്വസ്റ്റ്യൻസും വളരെ ഈസി ലെവലാണ്. മോഡറേറ്റ് 4 ക്വസ്റ്റ്യൻസ്. ഹാർഡ് എന്ന് പറയാൻ ഒന്നെങ്കിൽ സംടൈംസ് മാത്രമേ ഉള്ളൂ ഹാർഡ് എന്ന് പറയാൻ റീസണിങ്ങിൽ ഇല്ല. മൊത്തം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും റീസണിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ. ഇനി അതേസമയം മാത്സിന്റെ കേസിലാണെങ്കിൽ 19 മുതൽ 20 ചോദ്യങ്ങൾ വരെ ഈസി ലെവലാണ്. മോഡറേറ്റ് 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ, അതായത് ഈ കാൽക്കുലേഷൻസ് കുറച്ച് കൂടുതൽ വരുന്ന ടൈപ്പ് അല്ലേ. ബാക്കിയൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഈ മോഡറേറ്റിനകത്ത് വരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് കാൽക്കുലേഷൻസ് കുറച്ച് കൂടുതൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ കുറച്ച് മോഡറേറ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. ഹാർഡ് ലെവല് 2 മുതൽ 3 ചോദ്യങ്ങൾ ഹാർഡ് ലെവൽ വരുവാണ്. സയൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സയൻസ് അത്യാവശ്യം ടഫായിട്ടാണ്. കുറച്ച് ഈ ഒരു മീഡിയം ലെവലിലാണ് സയൻസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഈസി ലെവൽ കുറച്ചേ ഉള്ളൂ, 8 മുതൽ 9 ചോദ്യങ്ങളേ ഉള്ളൂ ഈസി ലെവലിൽ. ആൻഡ് മോഡറേറ്റ് ലെവലിൽ 11 മുതൽ 14 ക്വസ്റ്റ്യൻസ് വരെ മോഡറേറ്റ് ആണ്. 3 to 4 ക്വസ്റ്റ്യൻസ് ഹാർഡ് ലെവലിലും വരുന്നുണ്ട്. ഇനി കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ടഫാണെന്ന് ഓൾറെഡി നമ്മൾ ആവറേജ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ടഫ് ഏരിയ കറണ്ട് അഫയേഴ്സ് ആണ്. അതിൽ നിന്നും 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈസി ലെവലിൽ വന്നിട്ടുള്ളൂ. അതും കറണ്ട് അഫയേഴ്സ് നോക്കുന്നവർക്ക് മാത്രമേ അതും കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. മോഡറേറ്റിൽ 8 to 9 ആണ്. ടഫ് ലെവലിൽ ഹാർഡ് ലെവലിൽ 9 ക്വസ്റ്റ്യൻസ് വരെ വരാനുള്ള വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ കഴിഞ്ഞ ഒരു കേസ് നോക്കുകയാണെങ്കിൽ 9 ക്വസ്റ്റ്യൻസ് വരെ ഹാർഡ് ലെവലിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടം വരെ നമുക്ക് ഓക്കെയാണ്. ഈ ഒരു സെറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അത് നിങ്ങൾ കുറച്ചൊന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താലേ ആ ഒരു സെറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഹാർഡ് ലെവൽ ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ എക്സ്പെക്റ്റഡ് റോ സ്കോർ എത്ര ആയിരിക്കണം. ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ ടഫ് അതൊക്കെ മനസ്സിൽ വെച്ച് തന്നെ നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്താലാണ്, നോർമലൈസേഷൻ നോക്കിയിട്ടില്ല നമ്മൾ, അപ്പോൾ നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്താലാണ് നമ്മൾ അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ചാൻസ് വരുന്നത്. അപ്പൊ ജനറൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇപ്പൊ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിൽ 72 to 78 അറ്റംപ്റ്റ് വരെയാണ് ഉള്ളത്. അപ്പൊ എന്തായാലും ഗ്രൂപ്പ് ഡി 10th ബേസ് ആണ്. അപ്പൊ 80 എന്തായാലും പോവില്ല. അപ്പൊ നമ്മുടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 72 അറ്റൻഡ് 72 ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് കടക്കാനുള്ള ചാൻസസ് വളരെ 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 കൂടുതലാണ്. ഇനി ഇതിനകത്തൊരു +or-3 ഒരു വേരിയേഷൻ വരും. നോർമലൈസേഷൻ അല്ല, അത് സോൺ വൈസ് ഡിഫറെന്റ് സോൺ വൈസ് വരുമ്പോൾ ഉള്ള വേരിയേഷൻ ആണ്. ഇനി റോ മാർക്കിൽ 72 +or-3 ഒരു വേരിയേഷനും കൂടെ വരും ജനറൽ കാറ്റഗറിയിൽ. ഇനി OBC ആണെങ്കിൽ 70 ഒരു +or-3 ആ ഒരു സോണിന്റെ കേസിൽ ഡിഫറെന്റ് സോണിനെ ഡിപ്പെൻഡ് ചെയ്തൊരു 3 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകൾ ആ റോ സ്കോറിൽ വരാം. റോ സ്കോർ എന്ന് നമ്മൾ നോർമലൈസേഷൻ ഒന്നും നോക്കിയിട്ടില്ല, റോ സ്കോർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി EWS കാറ്റഗറി OBCയുമായിട്ട് ഏകദേശം ഈക്വൽ ആണ്. SSCക്ക് ആണെങ്കിൽ 67, അവിടെയും ഒരു +or-3 കൊടുക്കാം. STക്കും അതുപോലെ തന്നെ 64, ഒന്നെങ്കിൽ ഒരു 61 അല്ലെങ്കിൽ 67 വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ റോ മാർക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. നോർമലൈസേഷൻ വരുമ്പോൾ എന്തായാലും കാര്യം മാറും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അത് നോക്കിയിട്ട് പോകരുത്. അപ്പോൾ ഒരു അറ്റംപ്റ്റ് 72+ അറ്റംപ്റ്റിന് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം റീസണിങ് നിങ്ങൾക്ക് മൊത്തം ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ഒരുവിധം 90% ചെയ്യാനായിട്ട് സാധിക്കും. ജനറൽ സയൻസിൽ നിന്നും
കുറച്ച് ക്വസ്റ്റൻസ് അല്ലെ, ഒരു 80 അടുപ്പിച്ച്, നിങ്ങൾ 75 അടുപ്പിച്ച് ക്വസ്റ്റൻസ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെ ഊന്നൽ കൊടുക്കുക, കറണ്ട് അഫയേഴ്സ് മാക്സിമം. ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു മാക്സിമം കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ പോകാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമയമുണ്ട് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ നിങ്ങൾ എക്സാമിന് പോവുക. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഗ്രൂപ്പ് ഡി എക്സാം സ്പെഷ്യലായിട്ട് നമ്മൾ എല്ലാ ഗ്രൂപ്പ് ഡിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് പോകുന്നുണ്ട്. ഡെയിലി 3 മണിക്ക് ഞായറാഴ്ച ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസവും ഗ്രൂപ്പ് ഡി പവർ സെഷൻ നമ്മൾ ഇപ്പോഴും റണ്ണിങ് ആണ്. അപ്പൊ അതും അറ്റൻഡ് ചെയ്താൽ അതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കും. അപ്പൊ അത് റെഗുലർ ബേസിസിൽ അറ്റൻഡ് ചെയ്യുക. ഇനി ഗ്രൂപ്പ് ഡി കഴിഞ്ഞ് തീർന്നില്ലല്ലോ അല്ലേ, അടുത്ത എക്സാം ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് ഡി കഴിഞ്ഞ് അടുത്ത വരാൻ പോകുന്ന നമ്മുടെ റെയിൽവേ NTPCക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. ഇപ്പം ഗ്രൂപ്പ് ഡി ഫോക്കസ് ചെയ്യുക. എക്സാം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ പക്കയായിട്ട് തന്നെ അടുത്ത പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മളോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ പുതിയ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്തായാലും നല്ലതായിട്ട് പഠിക്കുക. ഇപ്പൊ കഴിഞ്ഞ എക്സാംസിന്റെ റിവ്യൂ ഒക്കെ നോക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി എല്ലാവർക്കും നന്നായിട്ട് നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഗൈസ്, ബൈ ബൈ.